ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ കുട്ടിയുടെ അമ്മ ശ്രീതുവിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീതുവിനെതിരെ പരാതി നൽകിയ ആളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് നൽകും. അമ്മ ശ്രീതുവിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് നാളെയും നൽകും. ഈ കസ്റ്റഡി കാലയളവിൽ എന്തെല്ലാം അന്വേഷണങ്ങളും തെളിവെടുപ്പിനുമായിരിക്കും പോലീസ് ശ്രമിക്കുക? കസ്റ്റഡി അപേക്ഷ പോലീസ് നേരത്തെ നൽകിയിരുന്ന രോഹിണി. ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുകയാണ് പോലീസിന് ഹരികുമാറിനെ. കൊലപ്പെടുത്തിയത് താനാണ് എന്നുള്ളത് ഹരികുമാർ പലതവണ ആവർത്തിച്ച് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും പോലീസിന് യാതൊരു തരത്തിലുള്ള വ്യക്തതയുമില്ല. പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമാണോ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ കരച്ചിൽ പോലും ഈ പ്രതി ഹരികുമാറിന് വളരെ അരോചകമായിരുന്നു എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഹരികുമാറിനുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമാണോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ് നീ കണ്ടെത്തേണ്ടത്. ഇതുവരെ അതിന്റെ കാരണം എന്താണെന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 5 ദിവസത്തേക്കാണ് പോലീസിന് ഹരികുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ നേതൃത്വത്തിലായിരിക്കും ഹരികുമാറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പും നടത്തും. ഇതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന് ഇപ്പോൾ റിമാൻഡിലാണ്. അവർ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് റിമാൻഡിലായിരിക്കുന്നത്. കുഞ്ഞിന്റെ കൊലപാതകവുമായി ശ്രീതുവിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിലായി ശ്രീതുവിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ ആയിരിക്കും പോലീസ് നൽകുക. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ശ്രീതുവിനെതിരെ പരാതിയുമായി എത്തിയ ആളുണ്ട്. ഷിജു എന്നാണ് അയാളുടെ പേര്. ഇയാളുമായി പോലീസ് ദേവസ്വം ബോർഡിന് സമീപത്തെത്തി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇയാളിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ശ്രീതു തട്ടിയെടുത്തത്. ദേവസ്വം ബോർഡിൽ തനിക്ക് സെക്ഷൻ ഓഫീസറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞാണ് വ്യാജ നിയമന ഉത്തരവ് 1 വർഷം മുമ്പ് ഈ ഷിജുവിന് നൽകിയത്. അന്ന് 10 ലക്ഷം രൂപ കൈമാറിയിരുന്നു. തന്റെ ഡ്രൈവറായിട്ടാണ് ജോലിയെന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിന് മുന്നിൽ വരികയും അവിടെ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ കാറിൽ കയറി ശ്രീതു പോവുകയുമായിരുന്നു ചെയ്തത്. ഒരിക്കൽ പോലും ദേവസ്വം ബോർഡ് ഓഫീസിനകത്തേക്ക് ഈ ശ്രീതു ഇയാളെ കയറ്റിയിട്ടില്ല. ശ്രീതുവിന് ദേവസ്വം ബോർഡിൽ ജോലിയില്ല. ഇയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഈ കൊലപാതക വിവരം പുറത്തു വരുമ്പോഴാണ് ഈ ഷിജു ഇക്കാര്യങ്ങൾ അറിയുന്നത്. 1 വർഷം മുൻപ് ഈ വ്യാജ നിയമന ഉത്തരവ് കൈമാറിയത് കൊണ്ട് തന്നെ ഈ വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനം ഉൾപ്പെടെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ വിവരങ്ങളും ശ്രീതു കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീതുവിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം ഈ കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 6 പേരെയാണ് ശ്രീതു ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയത്. അതിൽ പലരും ഫോണിൽ കൂടെയും മറ്റും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ രേഖാമൂലം അവരാരും തന്നെ പരാതി നൽകിയിട്ടില്ല. ഷിജു മാത്രമാണ് പരാതി നൽകിയത്. ഷിജുവിന്റെ നിയമന ഉത്തരവിൽ ഇയാളുടെ മാസശമ്പളം 28,000 രൂപ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. 2-3 മാസം ഇയാൾക്ക് കൃത്യമായി ആ തുക കൊടുക്കുകയും പിന്നീട് കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഇയാൾ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി വളരെ പെട്ടെന്ന് ഇയാൾക്ക് 1 ലക്ഷം രൂപ ശ്രീതു കൈമാറുകയായിരുന്നു. ആ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മരണവിവരം അറിയുമ്പോഴാണ് ഇത് തട്ടിപ്പായിരുന്നു എന്നുള്ള ഒരു കാര്യം ഈ ഷിജുവിന് മനസ്സിലാക്കുന്നത്. എന്തായാലും അയാളുമായി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന് സമീപത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനി ശ്രീതുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷമായിരിക്കും ഈ വ്യാജ നിയമന ഉത്തരവ് നൽകിയ സ്ഥാപനത്തിലും ഒപ്പം തന്നെ അതുമായി ബന്ധമുള്ള ഇടങ്ങളിലും കൂടുതൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇന്ന് ഈ പ്രതി ഹരികുമാറിനെ ഇന്ന് പോലീസിന് കസ്റ്റഡിയിൽ ലഭിക്കുകയാണ്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഉണ്ടാകും. മാനസികാരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ നേതൃത്വത്തിലായിരിക്കും ഇനി ചോദ്യം ചെയ്യുക. കാരണം ഇയാൾ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇയാളുടെ കാഴ്ചയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ തന്നെ ചെറിയ ഈ മാനസിക പ്രശ്നമുള്ള ഇതുപോലുള്ള ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ മാനസികാരോഗ്യ വിദഗ്ധന്റെ നേതൃത്വത്തിൽ പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്യുക. രോഹിണി. ശരി രശ്മി. ബാലരാമപുരം കേസിൽ പ്രതി ഹരികുമാറിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നാളെ അമ്മ ശ്രീതുവിനായി കസ്റ്റഡി അപേക്ഷ നൽകും. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.